ഇന്ന് ചേരുന്ന ഇന്ത്യ സഖ്യ യോഗത്തിൽ CPM പ്രതിനിധി പങ്കെടുക്കും. രാജ്യസഭയിലെ കക്ഷി നേതാവ് ജോൺ ബ്രിട്ടാസ് MP ഈ പരിപാടിയിൽ പങ്കെടുക്കുക. CPMനെതിരെയുള്ള കോൺഗ്രസ് ആരോപണത്തെ CPM ജനറൽ സെക്രട്ടറി MA ബേബി വിമർശിച്ചു. ഇന്ത്യ ബ്ലോക്കുമായി ഭാവിയിലും തുടർന്ന് സഹകരിച്ചു പോകാനും പാർലമെന്റിൽ പ്രതിപക്ഷ കൂട്ടായ്മ ശക്തിപ്പെടുത്താനും തന്നെയാണ് CPM തീരുമാനിച്ചിട്ടുള്ളത്. അതിന്റെ അർത്ഥം നിരുത്തരവാദപരമായ പ്രസ്താവനകൾ കോൺഗ്രസിന്റെ പരമോന്നത നേതാക്കന്മാർ CPIഎമ്മിനെതിരായിട്ട് തോന്നുമ്പോഴൊക്കെ വിളിച്ചു പറയാൻ അവർക്ക് സ്വാതന്ത്ര്യമുണ്ടെന്നല്ല. CPMനെ വിമർശിക്കുന്നതിനോട് ഞങ്ങൾക്ക് എതിർപ്പില്ല, പക്ഷേ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കരുത്. ആർ ശ്രീജിത്ത് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേർന്നു. MA ബേബി സഖാവ് എന്താണ് പറയുന്നത് ശ്രീജിത്ത്? SKN ഗുഡ് മോർണിംഗ്. ഇന്ത്യ സഖ്യത്തിന്റെ യോഗത്തിൽ പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങൾ ഉണ്ടായിരുന്നു. ഇന്ത്യ സഖ്യത്തിന്റെ യോഗം വിളിച്ച് കൊണ്ടുള്ള AICC സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ കത്തിന് മറുപടിയായി AICCയുടെ അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയ്ക്ക് CPIഎമ്മിന്റെ ജനറൽ സെക്രട്ടറി MA ബേബി ഒരു കത്ത് എഴുതിയിരുന്നു. അതിൽ പ്രധാനമായും ചൂണ്ടിക്കാണിച്ചിരുന്നത് കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനിടയ്ക്ക് CPIഎമ്മിനെതിരെയും LDFനെതിരെയും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ, അതായത് CPM BJP ഡീൽ എന്ന ആരോപണം ഉന്നയിച്ചു എന്നത് ചൂണ്ടിക്കാണിച്ചായിരുന്നു. അപ്പോൾ RSSനും BJPക്കുമെതിരായ വിശാല ജനാധിപത്യ സഖ്യം രൂപപ്പെടുത്തുമ്പോൾ തന്നെ അതിലെ കക്ഷികൾക്കെതിരെ ഇങ്ങനെ ദുരുത്തരവാദമായ ആരോപണം ഉന്നയിക്കുന്നത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ഈ ബേബിയുടെ കത്ത്. എന്നാൽ ഈ കത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ സഖ്യത്തിൽ നിന്ന് CPM പിന്മാറുമോ എന്ന തരത്തിലുള്ള ചർച്ചകൾ സജീവമായിരുന്നു. അതെല്ലാം തെറ്റാണ്, അല്ലെങ്കിൽ അങ്ങനെയല്ല CPIഎമ്മിന്റെ വീക്ഷണം എന്ന് വ്യക്തമാക്കുന്ന പ്രതികരണമാണ് ഇപ്പോൾ MA ബേബിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇന്ത്യ സഖ്യത്തിന്റെ യോഗത്തിൽ CPIഎമ്മിന്റെ പ്രതിനിധിയായി രാജ്യസഭയിലെ കക്ഷി നേതാവ് ജോൺ ബ്രിട്ടാസ് MP പങ്കെടുക്കും. മറ്റ് സംഘടനാപരമായ പരിപാടികളുള്ളതുകൊണ്ട് താൻ പങ്കെടുക്കുന്നില്ല. എന്നാൽ ഇന്ത്യ സഖ്യത്തിൽ പങ്കെടുക്കുന്നു എന്നതുകൊണ്ട് തന്നെ CPIഎമ്മിനെതിരെ എന്ത് നിരുത്തരവാദപരമായ ആരോപണവും വിളിച്ചു പറയാനുള്ള സ്വാതന്ത്ര്യം കോൺഗ്രസിനുണ്ട് എന്നതിന് അർത്ഥമില്ല എന്നുകൂടി ചൂണ്ടിക്കാണിക്കുമ്പോൾ നേരത്തെ ഉന്നയിച്ച തിരഞ്ഞെടുപ്പ് കാലത്ത് കേരളത്തിൽ ഏറ്റവും ശക്തമായി ചർച്ച ചെയ്യപ്പെട്ട CPM BJP ഡീൽ ആരോപണത്തിൽ CPIഎമ്മിന് ഇപ്പോഴും കോൺഗ്രസിനെതിരെ ശക്തമായ വിമർശനമുണ്ട് എന്നതുകൂടിയാണ് വ്യക്തമാക്കപ്പെടുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.